ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗോബൂസ് ജേണി. നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ താലപ്പൊലി നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 ദിവസമാണ് നമ്മുടെ ഉത്സവം ഉണ്ടാകാറുള്ളത്. അപ്പോൾ 4-ാം ദിവസത്തെ കാഴ്ചകളാണ് ഞാനിന്ന് കാണിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് 4 ചുറ്റും ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ണ് ഒക്കെ ഡെക്കറേഷൻ ചെയ്തിരിക്കുകയാണ്. നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഉള്ളിലേക്ക് കൊടുങ്ങല്ലൂർ അമ്മനെ കാണാൻ വേണ്ടിയിട്ട് നല്ല തിരക്കാണ്. ഉള്ളിലേക്ക് കയറാൻ രാവിലെ പുറത്തെ കാഴ്ചകൾ ഇത്തിരി കുറവായിരിക്കും, ഉള്ളിലേക്ക് കയറാനായിരിക്കും തിരക്ക്. അപ്പോൾ ഒരു സെക്ഷൻ ആൾക്കാർ പറ വയ്ക്കാനുണ്ട്. അപ്പോൾ ഇന്നെൻ്റെ മോൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് നമ്മൾ പറ നടത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യാനായിട്ട് ചീട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. പറ വെച്ച് കഴിഞ്ഞ് മൊത്തം ഒന്ന് ചുറ്റി കാണണം. ഉത്സവം തുടങ്ങിയാൽ പിന്നെ നല്ല തിരക്കായിരിക്കും. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് 4-ാം താലപ്പൊലി ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഒരു ഭാഗത്തേക്ക് നിൽക്കാൻ പറ്റില്ല, അത്രയധികം തിരക്കായിരിക്കും. അപ്പോൾ ഈ രാവിലെ ആയതുകൊണ്ട് അധികം വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊന്ന് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു സെക്ഷനിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കേണ്ട അവസ്ഥയാവും ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ദേ ഓരോ ഊഞ്ഞാലകളിലൊന്നും കയറാൻ ആൾക്കാരൊന്നും ആയിട്ടില്ല. കാരണം ഉത്സവം തുടങ്ങി 12:30 നേരം ആകുമ്പോഴാണ് ഉത്സവം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഉത്സവം തുടങ്ങി കഴിഞ്ഞിട്ടേ നമ്മൾക്ക് മൊത്തത്തിൽ ആൾക്കാരുണ്ടാകുള്ളൂ. വൈകുന്നേരത്തെ വെടിക്കെട്ടും അതിനൊക്കെയാണ് കൂടുതലും ആൾക്കാർ വരിക. കഴിഞ്ഞ വർഷം നല്ല രസമായിരുന്നു. ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു, എല്ലാവരും കൂടി കറങ്ങി നടക്കലായിരുന്നു കഴിഞ്ഞ വർഷം. ഇപ്രാവശ്യം ഞാനും പ്രിയങ്കയും മാത്രമായി. ഈ കടയിൽ നിന്നായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ ചിപ്സൊക്കെ വാങ്ങിയത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് വരായിരുന്നു. കഴിഞ്ഞ വർഷത്തെ സെയിം പ്ലേസിൽ തന്നെയാണ് ഇപ്രാവശ്യവും വെച്ചിരിക്കുന്നത്. അത് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരം വരുന്നതും ആയതുകൊണ്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇന്ന അവിടെ തന്നെ ആയിരുന്നു എന്നുള്ളതേ. അപ്പോൾ കണ്ടില്ലേ, എല്ലാ സ്റ്റാളുകളും വന്നിട്ടുണ്ട്. നല്ല ഐറ്റംസ് ഉണ്ട് കേട്ടോ. പക്ഷെ കമ്മലുകളൊന്നും പുതിയ മോഡലൊന്നും അങ്ങനെ അങ്ങോട്ട് കണ്ടിരുന്നില്ല. അതുകൊണ്ട് ഭാഗ്യത്തിന് അതുമ്മലേക്ക് അധികം നോട്ടം പോയില്ല. അതൊക്കെയാണ് ഞങ്ങളെല്ലാവരും നോക്കുക. പിന്നെ കുർത്തി സെറ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതും ഇപ്രാവശ്യം അധികം അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മൊത്തത്തിലൊന്ന് കറങ്ങി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള 2-3 സാധനങ്ങൾ വാങ്ങി. ഡ്രസ്സ് ഐറ്റംസൊക്കെ ഇപ്രാവശ്യം ഒത്തിരി കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ഫ്രണ്ടിൽ വന്നിട്ടുള്ള 2-3 കടകളിൽ മാത്രമേ ഇപ്പോൾ ഡ്രസ്സിൻ്റെ ഇത് കണ്ടിട്ടുള്ളൂ. അത്ര നല്ല ക്വാളിറ്റി എനിക്ക് തോന്നിയില്ല. തൽക്കാലം വീട്ടിലിടുന്ന 2-3 എണ്ണം ഒന്ന് എടുത്തു. തൊട്ടിക്കുഞ്ഞാലത് ഒന്ന് കറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പതുക്കെ ആൾക്കാരായി തുടങ്ങണം. ഈ കമ്മലുകളുടെ ഭാഗത്ത് അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. ബ്ലാക്ക് മെറ്റലിൻ്റെ ആയാലും മറ്റു തരത്തിലുള്ളതായാലും അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. മറ്റുള്ളിടത്ത് നോക്കണേലും റീസണബിൾ പ്രൈസാണ്. 30-40 രൂപയുള്ളൂ. അപ്പോൾ നമുക്ക് സ്ഥിരം യൂസിങ് ഓഫീസ് സ്കൂളുകൾക്ക് യൂസിങ്ങിന്
പറ്റുന്ന ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു 3-4-5 ഐറ്റംസ് എടുത്തു. ഇത് കിഴക്കേ നടയിലായിരുന്നു. പിന്നെ അതേ മരണക്കിണറുമ്പോൾ ഞങ്ങളുടെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, ഓഫീസിൻ്റെ പരസ്യം. അവിടെ ഓഫീസ് സ്റ്റാഫുകളുടെ ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. കറങ്ങി നടന്ന് ഞങ്ങൾ കിഴക്കേ നടയിലേക്ക് എത്തി. അവിടെ കിഴക്കേ നടയിൽ വെച്ചിട്ടാണ് ആനകളെ ഒരുക്കി പൂരത്തിന് പുറപ്പെടാൻ പോകുക. അവിടുത്തെ നെറ്റിപ്പട്ടവും വെഞ്ചാമരും എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് 5 ആനകളും എഴുന്നള്ളും. അവിടെ നിന്ന് ആനനെ ഒരുക്കി എല്ലാം നെറ്റിപ്പട്ടൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ കുരുമ്പാമ്പലത്തിൻ്റെ അവിടേക്ക് പോവുക. അവിടെ നിന്നാണ് ഉത്സവം സ്റ്റാർട്ട് ചെയ്യുക. കുരുമ്പാമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് വിഗ്രഹം കിട്ടിയിട്ട് അവിടെ നിന്നിട്ടാണ് തെക്കേ നടയിൽ കുരുമ്പാമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് ഉത്സവം സ്റ്റാർട്ട് ചെയ്യുക. എല്ലാ ആനകളും വന്ന് നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഒരുക്കണത് നോക്കി ഞങ്ങൾ കുറച്ച് നേരം നിന്നു. എല്ലാ ആനകളും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് അതേ തെക്കേ നടയിലേക്ക് എത്തിയിട്ടുണ്ട്. കുരുമ്പാമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അവിടെ നിന്നാണ് നമ്മളുടെ തിടമ്പക്കേറ്റ് ഉത്സവം അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. മേളക്കാരെല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇനി ഉള്ളിൽ നിന്ന് പൂജിച്ച് തിടമ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അവിടെ നിന്ന് അങ്ങോട്ട് ഉത്സവം സ്റ്റാർട്ടായി.
ഞങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് കുറച്ച് നേരം കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ വണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും അമ്പലപ്പറമ്പിലേക്ക് പിന്നെ പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ മേളം ഒന്ന് തുടങ്ങിയിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.